മറ്റൊരു വാർത്തയിലേക്ക്. കൊല്ലം കൊട്ടാരക്കര നീലേശ്വരത്ത് ബൈക്കുകൾ കൂട്ടിയിടിച്ച് 3 പേർ മരിച്ചു. പാലക്കാട് സ്വദേശി സഞ്ജയ്, കല്ലുവാതുക്കൽ സ്വദേശി വിജിൽ, തിരുവനന്തപുരം സ്വദേശി അജിത് എന്നിവരാണ് മരിച്ചത്. എതിർദിശകളിൽ നിന്നും വന്ന ബൈക്കുകൾ നേർക്കുനേർ കൂട്ടിയിടിക്കുകയായിരുന്നു. ഗോകുൽനാഥ് നൽകും വിശദാംശങ്ങൾ. ഗോകുൽ, 3 ജീവനുകളാണ് പൊലിഞ്ഞത്. എങ്ങനെയായിരുന്നു അപകടം? ശ്രുതി, നീലേശ്വരം ഗുരുമന്ദിരത്തിന് സമീപം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയായിരുന്നു ഈ അപകടമുണ്ടായത്. എതിർദിശയിൽ നിന്ന് വന്ന റോയൽ എൻഫീൽഡ് ബൈക്കും സ്പ്ലെൻഡർ ബൈക്കും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ 3 യുവാക്കൾ തെറിച്ചു വീഴുകയും തൽക്ഷണം തന്നെ മരണപ്പെടുകയുമായിരുന്നു. പ്രദേശവാസികൾ പറയുന്നത് 2 ബൈക്കുകളും അമിത വേഗത്തിലെത്തുകയും കൂട്ടിയിടിക്കുകയുമായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും കൊല്ലം സ്വദേശിയായ അക്ഷയ് എന്ന യുവാവ് ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ്. 4 പേരാണ് 2 ബൈക്കുകളായിട്ടുണ്ടായിരുന്നത്. കൊല്ലം സ്വദേശിയായിട്ടുള്ള വിജിലാണ് വിവാഹം ചടങ്ങുകൾക്ക് ശേഷം പൊക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ അമിത വേഗത്തിലെത്തിയ ഇരു ബൈക്കുകളും തമ്മിൽ കൂട്ടിയിടിക്കുകയും ഇത്തരത്തിൽ യുവാക്കൾ മറിഞ്ഞ് റോഡിലേക്ക് തന്നെ തെറിച്ചു വീഴുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും റോഡിൽ അത്തരത്തിൽ വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ അപകടങ്ങൾ ഈ പ്രദേശത്ത് ഒഴിവായി. കാരണം ചെറിയ റോഡാണ്. അതുകൊണ്ട് തന്നെ മറ്റ് അപകടങ്ങൾക്കുള്ള സാധ്യതയും ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും യുവാക്കൾ തെറിച്ചു വീഴുന്ന സമയത്ത് മറ്റ് വാഹനങ്ങളൊന്നും തന്നെ റോഡിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതിന് പിറകെ വന്നിരുന്ന വാഹനങ്ങളും യുവാക്കളുടെ ദേഹത്തേക്ക് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അക്ഷയ് എന്ന യുവാവ്, പാലക്കാട് സ്വദേശിയായിട്ടുള്ള അക്ഷയ് എന്ന യുവാവ് രക്ഷപ്പെടുന്നത്. എന്തായാലും ഈ 3 പേരുടെയും മൃതദേഹം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഗോകുൽനാഥാണ് വിശദാംശങ്ങൾ നൽകിയത്.